ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. നമ്മുടെ കോ ഹോസ്റ്റ് ഇർഫാനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 2020 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ 2020 ശേഷം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്ററിന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് കണ്ണൂരിലും ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് ഓൺലൈനിലൂടെയാണ്. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ചാറ്റ് വിൻഡോയിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. കോട്ടയത്ത് നിന്നുണ്ട്. ഓക്കെ, ഇടുക്കി, കൊച്ചി, തൃശ്ശൂർ, ദുബായ്, എറണാകുളം, പാലക്കാട്, കാലിക്കറ്റ്, പത്തനംതിട്ട, മസ്കറ്റ്, എറണാകുളം, കോട്ടയം, മഞ്ചേരി, മലപ്പുറം, ആലുവ. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് Q&A സെഷനിലേക്ക് വരുന്നുണ്ട്. ഈ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് Q&A സെഷൻ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. അതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുകളൊക്കെ നമ്മുടെ ബിസിനസ്സിലും ജോലിയിലും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്നതിലൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് നമ്മൾ കാണുന്നതായിരിക്കും. സോ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സോ എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല, പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മുടെ പെയ്ഡ് കോഴ്സിനെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? ടോപ്പിക്കുകളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്കുകൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. സോ നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ് ഹൗ ടു ഏൺ ₹36 lakhs പെർ ഇയർ യൂസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ എങ്ങനെ നേടാം. അതേപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്. ഗൂഗിൾ സെർച്ചിലൊക്കെ വരുന്ന പരസ്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം. ഗൂഗിൾ ആഡ്സ്, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകളോ ലോഗോയൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സുകളെ പറ്റി കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത്, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കാണാൻ സാധിക്കും. വർഷത്തിൽ 36 ലക്ഷം രൂപ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നേടാം. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം കിടക്കാം. എന്താണ് ഈ ഒരു സംവിധാനം, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോ എങ്ങനെയാണ് ഇത്രയധികം എമൗണ്ട് നമ്മൾ ഒരു വർഷത്തിൽ നേടിയെടുക്കുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് നേടിയെടുക്കണമെങ്കിൽ ആദ്യം അതിന്റെ ഗോൾ സെറ്റ് ചെയ്യുക, നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മിഷൻ 36 lakhs, ഒരു വർഷം നമുക്ക് എത്ര ലക്ഷം രൂപ ഏൺ ചെയ്യണമെന്നുള്ള ഒരു വർഷത്തേക്കുള്ള ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഗോളിനെ നമ്മൾ മന്ത്ലി ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇയർലി ഗോളിനെ നമ്മൾ മന്ത്ലി ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓരോ മാസവും 3 ലക്ഷം രൂപ വീതം നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഇതിന് എന്ത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് നമ്മൾ നേടേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ അപ്പൊ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എല്ലാം നടക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, വാട്സാപ്പ്, യൂട്യൂബ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. സോ അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പിക്ചറിൽ കാണുന്ന ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരാണ്. സോ ഇവരെ സ്വന്തമാക്കാൻ വേണ്ടി പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുക. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുക. അതേസമയം സോഷ്യൽ മീഡിയകളും ഗൂഗിളും ഒക്കെ ഉപയോഗിക്കുന്നവർ വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ഗൂഗിളിന്റെ പരസ്യങ്ങളും യൂട്യൂബ് അഡ്വർടൈസ്മെന്റുകളും എല്ലാം നമ്മൾ പഠിച്ച് നമുക്കത് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ബിസിനസ്സിലേക്ക് കൂടുതൽ ബിസിനസ് നേടിയെടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം.
ഇനി നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ ഈ ഒരു സർവീസ്, അതായത് ഈ ഒരു സ്കില്ല് നമ്മൾ പഠിച്ച് മറ്റുള്ളവർക്ക് സർവീസ് ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാരണം ഇതിന് ഇന്റർനെറ്റ് കണക്ഷനും നമ്മുടെ അറിവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കില്ല് മാത്രം മതി ഈ ഒരു സർവീസ് ചെയ്തു കൊടുക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഞാൻ ഇവിടെ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളും ടൂൾസും പ്രയോജനപ്പെടുന്നത്. സോ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളതാണ്. സോ അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് എന്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടുന്നത്? മിനിമം ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് സ്കില്ലുകൾ നമ്മൾ പഠിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഡിസൈൻ ചെയ്യുന്നത് ഒരു പോസ്റ്റർ പോലും നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാം. സോ ആദ്യത്തെ AI ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് AI ടൂൾ, അതായത് ഡിസൈൻ ചെയ്യുന്ന AI ടൂളാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ്. യെസ്, റെഡിയാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്ന ടൂളുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂളുകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോ ഒന്നിനെ പറ്റി അറിയത്തില്ലെങ്കിൽ പോലും ഈ ടൂളുകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂളാണ്. നമുക്ക് പോസ്റ്ററുകളോ മറ്റെന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ എടുത്ത് നമ്മൾ AI ബിങ് ഇമേജ് ക്രിയേറ്റർ അല്ലെങ്കിൽ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ലിങ്ക് ലഭിക്കും. ഇത് മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. bing.com/create. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കമാൻഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ ലഭിക്കും. ഇവിടെ നമുക്ക് എന്ത് ഡിസൈൻ ആണോ വേണ്ടത് ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് തരും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് കാണിക്കാം. അപ്പൊ എനിക്കൊരു ഡിസൈൻ ചെയ്യേണ്ടത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കുന്നു. ഓക്കെ, ഈ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് വേണ്ടത് വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടി ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്തു തരാൻ ആവശ്യപ്പെടുക. നമുക്ക് ഈ കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം, അത് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുക്കേണ്ട കോളത്തിൽ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ തനിയെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു പോസ്റ്റർ ഇതിപ്പോൾ ഇത് തനിയെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇമേജ് AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂളാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വന്നു കഴിഞ്ഞു. ഒന്നിനു പകരം 4 ഡിസൈനുകളാണത് ഒറ്റയടിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഒരു സിംഗിൾ കമാൻഡിൽ അത് 4 ഡിസൈനുകളാണ് ചെയ്തു തന്നിരിക്കുന്നത്. സോ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അവിടെ കൊടുത്ത കമാൻഡ്, അതായത് റോയൽ മാജിക് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം ഉൾപ്പെടെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, റോയൽ മാജിക് എന്ന പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഈ ചെയ്ത ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടും നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ മാത്രമല്ല ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ഈ ഒരു ഇമേജ് നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ചെയ്ത ഡിസൈനിനകത്ത് നമ്മൾ കൊടുത്ത കമാൻഡ് ഉൾപ്പെടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആ കൊടുത്ത കമാൻഡ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഐ മീൻ ആ ഒരു കൊടുത്ത ആ ഒരു ബ്രാൻഡ് നെയിം ഉൾപ്പെടെയാണ് അതിനകത്ത് ഡിസൈനിൽ വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ ഒരു ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ്, അതായത് ലോഗോയോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഫോൺ നമ്പർ ഓർഡർ നൗ എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ നമ്പർ എനിക്ക് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് ചെന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. വേറൊരു ഡിസൈനറെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്കൊരു ഫോൺ നമ്പർ ഇവിടെ താഴെ ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇവിടെ നമുക്ക് T എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. T എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടേക്ക് ആ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മൊബൈലിലും യൂസ് ചെയ്യാൻ പറ്റും. ബിങ് ഇമേജ് ക്രിയേറ്റർ നമുക്ക് മൊബൈലിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്, കമ്പ്യൂട്ടറിൽ മാത്രമല്ല. ഓക്കെ, ഞാൻ ആ ഒരു ടെക്സ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത് കാണിക്കാം. ഇതിനകത്തേക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടെക്സ്റ്റിന്റെ സ്റ്റൈൽ എടുത്തു. സോ അത് ഇവിടേക്ക് ഒന്ന് നീക്കി വെക്കുകയാണ്. താഴേക്ക് ഒന്ന് നീക്കി വെച്ചു. സോ ഇതിനകത്തേക്ക് ആ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ് അതിനകത്തേക്ക് കൊടുക്കുന്നു. സോ ആ കൊടുക്കുന്ന ആ ഒരു ഫോണ്ടിന്റെ സൈസ് ചെറുതാക്കാനോ വലുതാക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും.
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, ഓർഡർ നൗ എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇനി ഇതിനകത്ത് ഈ കമാൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ പല ഡിസൈനുകളും ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എന്ത് കമാൻഡാണ് കൊടുത്തത് എന്നുള്ളത് ഇത് വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ലഭിക്കാൻ ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോഴാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എക്സാമ്പിൾ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സ്വന്തം കമാൻഡ് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നല്ല ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാം ഡിസൈൻ ചെയ്യാൻ, വേറെ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാം. യെസ്, റെഡി ആണ്. ഓക്കെ, രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂളാണ്. സോ നിങ്ങൾ ചിലരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് തുടങ്ങുക. നമുക്ക് പോസ്റ്ററുകളോ ലോഗോയോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്യാം. ക്യാൻവ കമ്പ്യൂട്ടറിലും മൊബൈലിലും രണ്ടിലും യൂസ് ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. canva.com എന്നാണ് ഈ സൈറ്റിന്റെ പേര്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ പോലും ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡിസൈനുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ canva.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനെ എടുത്ത് എഡിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനെ കസ്റ്റമൈസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലോഗോ ആണ്. ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ ചെയ്യണം. ഫുഡ് ലോഗോ എന്നോ റെസ്റ്റോറൻറ്റ് ലോഗോ എന്നോ ഞാൻ ഇതിനകത്തേക്ക് വന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലോഗോകളുടെ കളക്ഷൻസ് ഇപ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കും. നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നു. ലോഗോ, അതായത് ഫുഡുമായിട്ടോ റെസ്റ്റോറൻറ്റുമായിട്ടോ ബന്ധപ്പെട്ട നിരവധി ഡിസൈൻസ് വന്നിരിക്കും. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിൽ കൊടുത്തിരിക്കുന്ന പേര് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് വെക്കാൻ സാധിക്കും. സോ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കൊരു ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ നിർമ്മിക്കണം. അപ്പോൾ ഞാനിതിൽ വന്ന് എന്ത് ചെയ്യുക, ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക. അതായത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ ഒരു പോസ്റ്ററാണ് എനിക്ക് വേണ്ടുന്നത്. ഇൻഷുറൻസ് പോളിസി അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് എനിക്ക് നിർമ്മിക്കേണ്ടതെങ്കിൽ ഇതിലേക്ക് വന്ന് ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് കൊടുക്കുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് പോളിസികൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ നിരവധി ഡിസൈൻസ് എനിക്കിവിടെ ഇപ്പം വന്നിരിക്കുകയാണ്. സോ അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നു. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അതിൽ കൊടുത്തിരിക്കുന്ന ലോഗോയും ഒക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. സോ അതിന് നമുക്ക് ഈ കസ്റ്റമൈസ് എന്ന് പറയുന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കും. സോ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ സാധിക്കും. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒന്നേന്നൊരു ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ 100 കണക്കിന് നല്ല ഡിസൈനുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഫോൺ നമ്പറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡമ്മി നമ്പറാണ് 1234 എന്ന് പറഞ്ഞത്. അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുത്തു. അതേപോലെ തന്നെ ഈ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലോഗോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ലോഗോ ചേഞ്ച് ചെയ്ത് വേറൊരു ലോഗോ വെക്കാൻ പോവുകയാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്കൊരു ലോഗോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ പുറമേ നിന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലോഗോയൊക്കെ നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫോൾഡറിൽ നിന്നോ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ എടുത്ത് സൈഡിലേക്ക് വെക്കുകയാണ്. ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന നമ്മുടെ ലോഗോ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ലൈഫ് ആൻഡ് ഫാമിലി അല്ല, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒന്നേന്നൊരു ഡിസൈൻ ചെയ്യേണ്ടി വന്നില്ല. അതിൽ തന്നെ ഓൾറെഡി വേണ്ട ചേഞ്ചസ് വരുത്തി നമ്മുടെ ഡിസൈനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി മലയാളത്തിന് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഹെൽത്ത് എന്നുള്ളത് ഞാൻ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹെൽത്ത് എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത് ഇപ്പം മലയാളത്തിൽ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഹെൽത്ത് എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത സംഗതി മലയാളത്തിൽ വന്നിരിക്കുന്നത്. സോ ഇതേപോലെ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ ഒരു മൊത്തം ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിസൈൻ ചെയ്യാൻ ക്യാൻവ യൂസ് ചെയ്യാൻ വളരെ നല്ല ഒരു ടൂളാണ് canva.com എന്ന് പറയുന്ന സൈറ്റ്, അല്ലെങ്കിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യാം, ലോഗോ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ യൂട്യൂബ് തംബ്നെയിൽ, ബ്രോഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ സകല ഡിസൈനുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വീഡിയോ ടെംപ്ലേറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്.
ഇപ്പൊ ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ അവിടെ അതിന്റെ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കാണിക്കാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മൾ വന്ന് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. ഈ നീല കളറിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ. സോ ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിരവധി ഡിസൈൻസ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്ത് ടൈപ്പ് ഡിസൈൻ ആണോ വേണ്ടത് സെർച്ച് ചെയ്ത് കണ്ടെത്തുക, എഡിറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകളാണ് പരിചയപ്പെട്ടത്. ഓക്കെ സോ നമുക്ക് ഇനി ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടാലോ. എന്താണ് ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് കടന്നാലോ. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് യെസ് റെഡിയാണ്. ഓക്കെ ഞാൻ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നത് എല്ലാത്തിനെ കുറിച്ച് ഒരു അവയർനെസ് തരുന്ന ഒരു അവയർനെസ് ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സ് ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂള് അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. സോ എല്ലാത്തിനെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് നോക്കാം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ആദ്യം നോക്കാം. ആക്ച്വലി നമുക്കറിയാം, നമുക്ക് പുതിയ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാൾക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്, ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് നമുക്കില്ലെങ്കിൽ ഈ ഒരു സ്കില്ല് പഠിച്ചിട്ട് നമുക്ക് ഇത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള സംഗതിയാണ് ഈ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. സോ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ ചില പരസ്യങ്ങൾ കയറി വരാറുണ്ട്. പരസ്യം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസേഡ് എന്നുള്ള ഒരു ചെറിയ ലേബൽ കാണും അതിനകത്ത്. ഓക്കെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഫേസ്ബുക്ക് എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു സ്പോൺസേഡ് എന്ന് പറഞ്ഞൊരു ലേബലിൽ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നു. സ്പോൺസേഡ് എന്നുള്ളൊരു ചെറിയ ലേബലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 4-5 പോസ്റ്റുകളുടെ ഇടയിൽ ഒരെണ്ണം സ്പോൺസേഡ് എന്നുള്ള രീതിയിലായിരിക്കും കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോൺസേഡ് ആഡിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യാനോ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാനോ ശ്രമിക്കും. അതിന് പറയുന്നതാണ് ട്രാഫിക് ആഡ്. ട്രാഫിക് എന്നുള്ള പേര് വരാൻ കാരണം ഒരു വെബ്സൈറ്റിലേക്ക് ആൾക്കാർ കടന്നു വരുന്നതിന് വെബ്സൈറ്റ് ട്രാഫിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിനകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ് ട്രാഫിക് ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പരസ്യത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോം ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നു. ഓക്കെ ഈ ഒരു പരസ്യത്തിനകത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോകണം. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നത്. ഇതേപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ നമുക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ ഇത് നമ്മുടെ എൻക്വയറി ആണ്. ഈ എൻക്വയറി നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ പരസ്യം കൊടുത്തവർക്ക് കിട്ടുകയും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത്. ലീഡ് ജനറേഷൻ ഇങ്ങനൊരു പേര് വരാൻ കാര്യം വേറെ ഒന്നുമല്ല. ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ അഥവാ പേരോ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒക്കെയാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് കസ്റ്റമർ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുകയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ. ഇനി ചില പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. പരസ്യം കൊടുത്തവരുടെ വാട്സാപ്പിലേക്ക് പോയി നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അത് വാട്സാപ്പ് ചാറ്റ് ആഡുകൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ കാണുന്ന ചില പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി ചെയ്യാൻ സാധിക്കും. ആ പ്രോഡക്റ്റിന് വേണ്ടിയോ സർവീസിന് വേണ്ടിയോ നമുക്ക് എൻക്വയറി ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബിസിനസ് ആണ് ഇതേപോലെ നമ്മൾ ആഡ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ആവശ്യമുള്ള നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ബിസിനസ്സിലോ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് നമ്മളെ എൻക്വയറി ചെയ്യും. അത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് വന്ന് എൻക്വയറി ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണമെങ്കിലും വിടാൻ സാധിക്കും. സോ ഇതാണ് ആക്ച്വലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന സ്ഥലങ്ങളിലുള്ള ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇതേപോലെ നമുക്കും ആഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. ഓക്കെ നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം വരിക.
സോ വന്നതിന് ശേഷം ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ലെഫ്റ്റ് സൈഡ് ഏരിയയിൽ തന്നെ നമുക്ക് പേജസ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇവിടെ പേജസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കാണോ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഓൾറെഡി പേജ് ഉള്ളവർ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പേജ് ഇല്ലാത്തവർ ഇവിടെ ക്രിയേറ്റ് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസിന്റെ പേരൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണെന്നിരിക്കട്ടെ. സോ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് ഗാലക്സി ഇൻഷുറൻസ് എന്നാണെന്നിരിക്കട്ടെ. ഓക്കെ, ഗാലക്സി ഇൻഷുറൻസ് എന്നാണ് ഇൻഷുറൻസ് ഏജൻസിയുടെ പേരെങ്കിൽ നമുക്ക് ആ പേജിന് ഗാലക്സി ഇൻഷുറൻസ് എന്ന് പേര് കൊടുക്കാം. ഇതേപോലെ ബിസിനസിന്റെ പേരെന്താണോ അത് നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു പേജ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ബിസിനസിന്റെ ലോഗോ ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ കവർ പിക്ചർ, ഒരു കവർ പിക്ചറൊക്കെ നമുക്ക് ക്യാൻവയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് കവർ എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇട്ടിട്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പേജുകൾക്ക് തുടക്കത്തിൽ ഫോളോവേഴ്സ് തീരെ ഉണ്ടാവത്തില്ല. സോ ആ സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് നമുക്ക് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന പ്രൊമോഷനിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഫേസ്ബുക്ക് ആഡ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് അത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പോസ്റ്റുകൾ എത്തിക്കുന്നത് നമുക്ക് നോക്കാം. സോ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഒരു പേജ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ലോഗോയൊക്കെ കൊടുത്ത് നമ്മളത് പബ്ലിഷ് ചെയ്യുക. സോ അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് എന്താണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് പോസ്റ്റായിട്ട് ഇടുക. ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് നമ്മൾ ആ പേജിനകത്തേക്ക് ഇടുക. ഇപ്പൊ ഞാനിത് നമ്മുടെ കമ്പനിയുടെ ഒരു പേജാണ് എടുത്തിരിക്കുന്നത്. ഈ പേജിനകത്തേക്ക് ഓരോ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. പോസ്റ്റ് ഇടാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ ഓർ വീഡിയോ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ പോസ്റ്റ് ഇടേണ്ടത് അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് പോസ്റ്റായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ഇതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിനകത്തേക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ഓരോ പോസ്റ്റിന്റെ അടിയിൽ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ പേജിനകത്തേക്ക് വന്ന് പേജിൽ പോസ്റ്റ് ചെയ്താലാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പോസ്റ്റ് എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. സോ ഇതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പോസ്റ്റിനകത്ത് ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ആ പോസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഇത് ലൊക്കേഷനൊക്കെ വെച്ച് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ലൊക്കേഷന് ഏജ് ഗ്രൂപ്പ് എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കാം. നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റിനകത്ത് എന്തൊക്കെ സെറ്റിംഗ്സ് വേണമെന്നാണ് ചോദിക്കുന്നത്. മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ഈ പരസ്യം കാണിക്കുന്നത്, അത് രണ്ട് കൂട്ടരെയും ഈ പരസ്യം കാണിക്കണമോ എന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം എത്തേണ്ടത്, ആ ഒരു ഏജ് ഗ്രൂപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാരെയൊക്കെ പരസ്യം കാണിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ചാലക്കുടി ലൊക്കേഷനിലുള്ള ആൾക്കാരെ കാണിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാലക്കുടി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും നമുക്കിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു സർക്കിൾ ഫോം ചെയ്യും. ഈ സർക്കിളിന്റെ വലിപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. സർക്കിളിന്റെ വലിപ്പം ഇതേപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചാലക്കുടി മാത്രമല്ല, നമുക്ക് കോട്ടയം കൂടെ പരസ്യം കാണിക്കണമെങ്കിൽ കോട്ടയം, നമുക്ക് ഇതേപോലെ എത്ര സ്ഥലങ്ങൾ കൊടുക്കണോ ആ സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കോട്ടയം ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. കേരളം ഫുള്ള് പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കേരള എന്ന് ടാർഗറ്റ് ചെയ്യാം. കേരള ലൊക്കേഷൻ ഫുള്ള് ടാർഗറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഗൾഫിൽ പരസ്യം ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ UAE പരസ്യം ചെയ്യണമെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് UAE ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാം. അവിടെ ദുബായ് മാത്രം മതിയെങ്കിൽ ദുബായ് മാത്രം വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം. എന്ന് പറയാൻ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് പരസ്യം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചില ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സുകാരെയാണ് ഒരു പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുക്കാം. സ്റ്റുഡൻസിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. സോ അങ്ങനെ ഓരോരുത്തരുടെയും ജോലിയും പഠനവും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ആൾക്കാരുടെ താല്പര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ വെൽനെസ്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യും, വെൽനെസ് എന്ന് കൊടുക്കാം. യോഗ ക്ലാസ്സിൽ പോകാൻ താല്പര്യമുള്ളവർ, അങ്ങനെ നമുക്ക് വിവിധ ഇൻട്രസ്റ്റുകൾ, ആൾക്കാരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ ജോലിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്.
സോ ഇതേപോലെ നിരവധി ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ അവിടെ കൊടുക്കുന്ന ടാർഗറ്റിംഗ് അനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ്. ഇനി ഇതിന് എത്ര രൂപയാണ് ആക്ച്വലി നമ്മൾ മുടക്കേണ്ടത്? ഒരു ദിവസത്തേക്ക് 91 രൂപയ്ക്ക് നമുക്ക് പരസ്യം ചെയ്യാൻ സാധിക്കും. ഒരു ദിവസത്തേക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആഡ് റൺ ചെയ്യാൻ 91 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള മിനിമം ചാർജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അവിടെ റീച്ചും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എൻക്വയറീസും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സോ അപ്പം എത്ര രൂപയ്ക്ക് ആഡ് റൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ തന്നെ എത്ര ദിവസം ഇത് റൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തേക്ക് മതിയോ, 2 ദിവസം, 5 ദിവസം, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 200 രൂപ വെച്ച് 5 ദിവസത്തേക്ക് 1000 രൂപ മുടക്കി ഇതിൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. സോ അതിലൂടെ നമുക്ക് എത്ര എൻക്വയറീസ് വരുന്നുണ്ട്, എത്രത്തോളം ബിസിനസ് നടക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പൈസ അടയ്ക്കാൻ ഇതിൽ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഒക്കെ വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് പൈസ അടയ്ക്കാം. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്. സോ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് പേയ്മെന്റ് അടയ്ക്കുമ്പോൾ നമ്മൾ കൊടുത്ത പരസ്യം, നമ്മുടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ കൊടുത്ത പരസ്യം പ്രൊമോട്ട് ചെയ്ത ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. സോ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു പരസ്യത്തിന്റെ അടിയിലുള്ള ബട്ടൺ എന്ത് വേണം. വാട്സാപ്പിലേക്ക് ചാറ്റ് വരുന്നത് വേണോ, അതല്ല നമുക്ക് ഫോൺ കോൾ ആയിട്ട് വരുന്നത് വേണോ, മെസ്സഞ്ചറിൽ മെസ്സേജ് ആയിട്ട് വരുന്നത് വേണോ, ഏത് രീതിയിൽ എൻക്വയറീസ് വരണം എന്നുള്ളത് നമുക്ക് അവിടെ ബട്ടണായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിന് പറയുന്ന പേരാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഫേസ്ബുക്ക് പേജ് വെച്ചാണ് കാണിച്ചത്. ഫേസ്ബുക്കിൽ മാത്രമല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തും പോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ബൂസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അതിലൂടെ ബിസിനസ് കണ്ടെത്താനും സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിയത്? നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഈ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു പരസ്യം കണ്ട് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു പരസ്യം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ട പരസ്യം നിങ്ങളിലേക്ക് എത്താൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇവിടെ കൊടുത്ത അഡ്വർടൈസ്മെന്റിൽ കുറെ സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് ചെയ്യുന്നവരെ ആ പരസ്യം കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ കൊടുത്തത്. സോ അത് പ്രകാരമായിരിക്കും ആ പരസ്യം നിങ്ങളിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ ചാറ്റ് വിൻഡോയിൽ. ബിസിനസ് ചെയ്യുന്നവരോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ. സോ യെസ്, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആ കൊടുത്ത പരസ്യം നിങ്ങളിലേക്ക് എത്താൻ കാരണം ഈ ടാർഗറ്റിംഗ് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള എൻക്വയറീസ് നേടിക്കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചത് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം ഫേസ്ബുക്കിലുണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ആഡ്സ് മാനേജർ എന്നാണ് അതിന് പറയുന്നത്. ഇതെങ്ങനെ എടുക്കുന്നത് എന്നുള്ളതൊന്ന് കാണിക്കാം. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ആഡ്സ് മാനേജറിലേക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ആഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാനൽ തന്നെ ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുക. ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏരിയയിൽ ഈ ഒരു പാനലിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. ആഡ്സ് മാനേജർ, ഈ ആഡ്സ് മാനേജർ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് പോകാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള ആഡുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ മാത്രമല്ല ഓരോ ആഡിനും എത്ര ആൾക്കാരെ കാണിച്ചു, എത്ര റിസൾട്ട് കിട്ടി എന്നൊക്കെയുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ആഡ്സ് മാനേജറിനകത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ രണ്ടിലും പരസ്യം ചെയ്യാൻ ആഡ്സ് മാനേജർ ഉപയോഗിക്കാം. മൊബൈലിലാണെങ്കിൽ ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിൽ വേറെ ആപ്പിന്റെ ആവശ്യമില്ല. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു പാനലിലേക്ക് കൊണ്ടുപോകും. മൊബൈലിലാണെങ്കിൽ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈലിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ആക്ച്വലി ആഡ്സ് മാനേജർ എന്ന് പറയുന്ന പാനൽ എന്ന് പറയുന്നത്. ഇതേപോലെ ഇരിക്കുന്ന ഒരു പാനലാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്കിവിടെ ഒരുമിച്ച് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുമിച്ച് ആഡ് കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനവും പൈസ അടയ്ക്കാനുള്ള സംവിധാനവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ എത്ര കസ്റ്റമേഴ്സിന്റെ ലീഡ്സ് കിട്ടിയിട്ടുണ്ട്, എത്ര എൻക്വയറീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1539 എൻക്വയറീസ്, ഈ ഒരു ആഡിനകത്ത് 29 എൻക്വയറീസ്, ഇങ്ങനെ നമുക്ക് എത്രത്തോളം എൻക്വയറീസ് വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
സോ അപ്പം ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നുണ്ടല്ലോ. ഒരു പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഒരു പ്രോഗ്രാമിംഗും ഇല്ല, വെറും 5 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട്, അതും ഫ്രീ ആണ്. ഓക്കെ, പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോട് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. സോ നമുക്ക് സിമ്പിൾ കമാൻഡ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റോ പോസ്റ്ററുകളോ വീഡിയോ ഒക്കെ ഇപ്പൊ നിർമ്മിക്കാൻ സാധിക്കും. സോ നേരത്തെയൊക്കെ ഇതൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം പറ്റുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ലൈവ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത് കാണിക്കുക, അതും 5 മിനിറ്റ് കൊണ്ട്, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ. ഈ ഒരു ടൂള് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്വന്തം ബിസിനസ്സിന് വേണ്ടി വെബ്സൈറ്റ് നിർമ്മിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. സോ ആ ടൂളിന്റെ പേരാണ് Mixo.io എന്നാണ് ടൂളിന്റെ പേര്. Mixo.io AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂളാണ് Mixo.io എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Mixo.io എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ ആദ്യം വരിക. Mixo.io Mixo.ioയിലേക്ക് നമ്മൾ ആദ്യം വരിക. ഓക്കെ, ഗെറ്റ് യുവർ ബിസിനസ് ഓൺലൈൻ ഇൻ മിനിറ്റ്സ് വിത്ത് AI. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഓൺലൈനിലാക്കുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു കമാൻഡ് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കാനാണ്. സോ കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് കമാൻഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത് എനിക്കൊരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് എന്റെ സിമ്പിൾ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, 1 പേജ് വെബ്സൈറ്റ് ഫോർ മൈ ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഗാലക്സി ഫിറ്റ്നസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്, ഇൻ കൊച്ചി, ഇന്ത്യ. ഓക്കെ, കൊച്ചിയിലാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഒരു ജിംനേഷ്യത്തിന്റെ സൈറ്റ് ആണ്, സ്ഥാപനത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, കൊച്ചിയിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് മൈ വെബ്സൈറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കൈ കെട്ടി കണ്ടുകൊണ്ടിരിക്കുക, അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചിരുന്നു. ഓക്കെ, ഇപ്പൊ എന്റെ 2 കൈകളും ഫ്രീ ആണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് AI ഉപയോഗിച്ചുകൊണ്ട് സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വെബ്സൈറ്റ് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാ വന്നു കഴിഞ്ഞു. 1 മിനിറ്റ് പോലും എടുത്തില്ല. ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് ആ ഒരു വെബ്സൈറ്റ് ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, ഗെറ്റ് ഫിറ്റ് അറ്റ് ഗാലക്സി ഫിറ്റ്നസ് സെറ്റ്. അതേപോലെ തന്നെ സ്റ്റേ ഫിറ്റ്, ദ ബെസ്റ്റ് ജിംനേഷ്യം ഇൻ കൊച്ചി. ഓക്കെ, നമ്മൾ കൊടുത്ത കമാൻഡിനകത്തുള്ള ആ സ്ഥലമെല്ലാം ആ വെബ്സൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നോക്കി, ഇവിടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ പടങ്ങൾ എടുത്തിരിക്കുന്നുണ്ടോ. AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഇമേജുകൾ അതിനകത്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടന്റുകൾ എഴുതിയിരിക്കുന്നു, റിവ്യൂ എഴുതിയിരിക്കുന്നു, സ്ഥാപനത്തെ കുറിച്ച് റിവ്യൂ എഴുതിയിരിക്കുന്നു. ജോയിൻ ഗാലക്സി ഫിറ്റ്നസ് ടുഡേ. നമുക്ക് ഇവിടെ നമ്മുടെ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് വരും. സോ ഇവിടെ നമ്മൾ ഈ ചെയ്ത വെബ്സൈറ്റിനകത്ത് നമ്മുടെ ലോഗോയും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാൻ ഇവിടെ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇവിടെ നമുക്കൊരു ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ആഡ് ലോഗോ എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ലോഗോയോ ഇമേജുകളോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അല്ലാതെ അത് ചെയ്തു തരുന്ന ആ വെബ്സൈറ്റ് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതല്ല. സോ ഞാൻ ഇതിനകത്തേക്ക് ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ലോഗോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സോ ആ ലോഗോ അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ അപ്ലോഡ് കൊടുത്തു. ഇപ്പൊ അത് നമ്മുടെ സൈറ്റിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ലോഗോ അവിടെ വന്നു കഴിഞ്ഞു. അപ്ലോഡ് ചെയ്ത ലോഗോ അവിടെ വന്നു കഴിഞ്ഞു. അതേപോലെ സോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇമേജുകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മളൊരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. നമ്മളൊരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ഇതിനകത്തൊരു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇതിനകത്ത് നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്ന് ലോഗിൻ ചെയ്ത് ഇതിനുള്ളിലേക്ക് കയറുകയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാം. അതേപോലെ തന്നെ പെയ്ഡ് വേർഷൻ വേണമെന്നൊക്കെ ഇവർ ചോദിക്കും. ആ സമയത്ത് നമുക്കത് സ്കിപ്പ് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിന് പെയ്ഡ് വേർഷൻ ഉണ്ട്, പെയ്ഡും ഫ്രീയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ബാക്ക് അടിച്ചൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇതിൽ ഞാൻ 100-ലധികം വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ സൈറ്റിനുള്ളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം പലപ്പോഴായിട്ട് നിർമ്മിച്ചതും പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചതും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് ഒന്ന് എടുക്കാൻ പോവുകയാണ്. ഇത് പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റും. ഞാൻ ഒരു ഇമേജ് കൂടെ ചേഞ്ച് ചെയ്യുന്നത് കാണിക്കാം.
ഈ വന്നിരിക്കുന്ന സൈറ്റിനകത്ത് ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഇമേജിന് പകരം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇമേജ് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നിരിക്കട്ടെ. വളരെ സിമ്പിൾ ആണ്. അത് ആ ഒരു ഇമേജിന്റെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇമേജ് എന്ന് കിട്ടും. ചേഞ്ച് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഇമേജ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ നമ്മുടെ ഒരു കോഴ്സിന്റെ ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഒരു ഇമേജ് ആണ് ഞാൻ തൽക്കാലം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത ഇമേജ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വന്നു കഴിഞ്ഞു. ഓക്കെ, ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന നമ്മുടെ കോഴ്സിന്റെ ഇമേജ് അതിനകത്ത് വന്നു കഴിഞ്ഞു. സോ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്ന ഇമേജുകൾ റീപ്ലേസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഇമേജുകളൊക്കെ വെക്കാൻ സാധിക്കും. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇത് ഇന്റർനെറ്റിലേക്ക് പബ്ലിഷ് ആയി നമുക്ക് അതിന്റെ ലിങ്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്റർനെറ്റിൽ ലൈവ് ആകാൻ പോവുകയാണ്. വെബ്സൈറ്റ് ഇപ്പോൾ ലൈവ് ആകുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇവിടെ ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രീ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൈറ്റും പെയ്ഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൈറ്റും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാം. ഓക്കെ, ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സൈറ്റിന്റെ ലിങ്ക് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്: mixo.io/site ഗാലക്സി ഫിറ്റ്നസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊക്കെ കാണും, അതിന്റെ കൂട്ടത്തിൽ mixo.io എന്ന് പറയുന്ന വാലൊക്കെ കാണും. അതേസമയം നമ്മൾ ഇതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ് വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അവിടെയും പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേരിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ആ സൈറ്റ് ഇപ്പൊ ഇന്റർനെറ്റിൽ ലൈവ് ആണ്. സോ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഒരു സൈറ്റ് ഇവിടെ നിർമ്മിച്ചത്. ആ നിർമ്മിച്ച ഫൈനൽ സൈറ്റിന്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇപ്പൊ നിർമ്മിച്ച സൈറ്റിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്തിട്ട് ചാറ്റ് വിൻഡോയിലേക്ക് ഇടുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഇപ്പോൾ ആരെക്കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. mixo.io എന്ന് പറയുന്ന സൈറ്റിൽ ചെല്ലുക, നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് വേണമെന്നുള്ള സിമ്പിൾ കമാൻഡ് കൊടുക്കുക, അത് നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. ഓക്കെ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂൾ കൂടെ കണ്ടാലോ? അതിന്റെ പേരൂടെ കാണാം നമുക്ക്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ടൂൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു അടിപൊളി ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂൾ. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇതോടെ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂൾ ഉണ്ട്. നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ മറ്റൊരു ടൂളാണ് wordpress.org. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഡെവലപ്പറെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 90% പേരും ഈ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സൈറ്റ് നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്നൊരു സൈറ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 14,000-ലധികം വെബ്സൈറ്റിന്റെ മോഡലുകൾ ആൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനെടുത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സൈറ്റാക്കി മാറ്റാൻ പറ്റും. അതായത് ഈ സൈറ്റിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്ത് തീം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. ഇപ്പൊ ഞാനിവിടെ തീംസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ തീംസ് എന്ന് പറയുന്നത് 1, 2 ഒന്നുമല്ല, 14,000 ഫ്രീ തീംസ് ആണുള്ളത്. 14,000 പ്ലസ് ഫ്രീ തീംസ്. തീം എന്ന് പറയുന്നത് എന്താണ്? വെബ്സൈറ്റിന്റെ മോഡലുകൾ. ഓക്കെ, ഈ കാണുന്നതൊക്കെ 14,000 ഫ്രീ തീംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ താഴെ കൊടുത്തിരിക്കുന്നത്, ഈ താഴേക്ക് ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഈ കാണുന്നതെല്ലാം വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. വിവിധ ടൈപ്പിലുള്ള വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. ഇപ്പൊ നമുക്കൊരു സ്കൂളിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരെണ്ണം ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂളൊന്ന് ഇവിടെ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ നോക്കി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വന്നിരിക്കട്ടെ. ഇവിടെ ഓർഗാനിക് എന്ന് സെർച്ച് ചെയ്യുക. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വെബ്സൈറ്റിന്റെ മോഡലുകൾ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ആ ഗ്രീൻ തീമിൽ വന്നിരിക്കുന്ന കേട്ടോ പലതും. നമുക്ക് പ്രോഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണ് വേണ്ടതെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട തീമുകൾ നമുക്കിവിടെ ലഭിക്കും, പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനുള്ള. സോ അവിടെ നമ്മളത് സെലക്ട് ചെയ്ത് നമുക്ക് അതിന്റെ കളറും ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും നമ്മുടെ ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ ഫോൺ നമ്പറും എല്ലാം കൊടുത്ത് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേർഡ്പ്രസ്സിനകത്ത് നമ്മൾ ഒന്നേന്നൊരു സൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു തീം എടുത്ത് അതിനെ കസ്റ്റമൈസ് ചെയ്യുക. എന്താണ് കസ്റ്റമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ ആക്കുന്നതും, അതേപോലെ തന്നെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാം. കൂടാതെ ഇമേജുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ് ചേഞ്ച് ചെയ്യാം, ലോഗോ ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മുടെ സൈറ്റാക്കി മാറ്റുന്നതാണ് ഈ കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൈറ്റ് ഓൾറെഡി അവിടെ നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടും. അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മുടെ സൈറ്റാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒന്നേന്ന് നമ്മൾ ഒരു സൈറ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്.
സോ പക്ഷേ ആ കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേർഡ് പ്രസ്സും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ട്. ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്യണം. ആക്ച്വലി ഈ ഒരു വേർഡ് പ്രസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് സ്പേസ് ഒക്കെ എടുത്ത് അതിനകത്താണ് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതേസമയം മിക്സോയ്ക്കകത്ത് ആക്ച്വലി ഓൾറെഡി തന്നെ ഹോസ്റ്റിംഗ് സ്പേസ് ഉണ്ട്. mixo.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഹോസ്റ്റിംഗ് സ്പേസിലാണ്. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനകത്തേക്ക് ഡൊമൈൻ കണക്ട് ചെയ്യണമെങ്കിൽ പെയ്ഡ് പ്ലാനിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും, നമ്മുടേതായിട്ടുള്ള ഡൊമൈൻ കണക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വെബ്സൈറ്റ് ഡിസൈൻ ടൂളുകളെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ കാര്യം ഈ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ 2020 വരെ നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ ഇതേപോലെ ഓഫ്ലൈൻ ആയിരുന്നു. ഈ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു. കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ ഇവിടെ ക്ലാസ് എടുക്കുന്നതും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസ് നടത്തുന്നതാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. തിരുവനന്തപുരത്ത് അപ്പോളോ ഡിമോറ ഹോട്ടലിൽ നടത്തിയിട്ടുള്ള പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. സോ ഇതേപോലെയുള്ള സെഷൻസ് എല്ലാ ആഴ്ചകളിലും നമ്മൾ 2020 വരെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. 2020 കോവിഡിന് ശേഷമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിലേക്ക് മാറ്റിയത്. ഇപ്പോഴും നമ്മൾ ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വർഷത്തിലൊരിക്കൽ നടത്താറുണ്ട്. കഴിഞ്ഞ നവംബറിൽ നടത്തിയാൽ ഇനി അടുത്ത നവംബറിലായിരിക്കും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തിൽ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 35,000 രൂപ ഒരു കമ്പനിക്ക് കൊടുത്തു. അവരത് വെബ്സൈറ്റ് ഒക്കെ ചെയ്തു തന്നു. പക്ഷെ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യാൻ വേണ്ടി, അത് പുതുക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 28,900 രൂപ ഈടായിക്കൊണ്ടിരിക്കും. ഡൊമൈൻ ഹോസ്റ്റിംഗ് റിന്യൂവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിച്ചോണ്ടിരിക്കുക. ഇതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന് എല്ലാ വർഷവും റിന്യൂ ചെയ്യാൻ വേണ്ടി 2,000 അല്ലെങ്കിൽ 3,000 രൂപ ചെലവ് വരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ 28,900 രൂപ ഈടായിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അതിൽ നിന്ന് കൊടുക്കാതിരിക്കും. നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കുന്നില്ല. സോ എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറിന് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്ത് ഒരു ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുന്നതിലൂടെ നമുക്ക് പിന്നീട് അവരിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. തുടക്കത്തിൽ പ്രോഫിറ്റ് കുറവാണെങ്കിൽ. സോ അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അത് തുടക്കത്തിൽ ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടി, തുടക്കത്തിൽ പ്രോഫിറ്റ് കുറവാണെങ്കിൽ അവരെ കൂടെ നിർത്തുന്നു. സോ ലോങ് ടൈമിൽ അവരിൽ നിന്ന് മറ്റ് സർവീസുകളെ കൊടുത്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ അതിലൊന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് 2016 സോ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് 44 സ്റ്റാഫുകളുണ്ട്. സോ ഓരോ വർഷവും നമ്മുടെ സ്റ്റാഫുകളുടെ എണ്ണം കൂടി വന്ന് ഇപ്പൊ നമുക്ക് 44ഓളം സ്റ്റാഫുകളുണ്ട് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സെയിൽസ് സ്റ്റാഫുകളും അതേപോലെ തന്നെ മറ്റ് സപ്പോർട്ട് സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് 44ഓളം സ്റ്റാഫുകൾ. ഇത്രയധികം സ്റ്റാഫുകളുള്ള സ്ഥാപനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നത്? ഓക്കെ, ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗെറ്റ് ടുഗദർ കൊച്ചിയിൽ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഡിജിറ്റൽ മാഗ്നറ്റ് എന്നാണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. സോ ഇത് കൂടാതെ നമുക്ക് കോവിഡിന് ശേഷം മാത്രം 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ സാധിച്ചു. അത് നമ്മുടെ വിവിധ കോഴ്സുകളിലേക്കായിട്ട് 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസ്. ഞാൻ അതിന്റെ കണക്കും ഇവിടെ കാണിക്കാം. എങ്ങനെയാണ് ഇത്രയധികം പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് വളർന്നത്, ഇത്രയധികം സ്റ്റാഫുകളുള്ള സ്ഥാപനമായിട്ട് വളർന്നത്, അതേപോലെ ഇത്രയധികം പേര് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വളർന്നത്? അതിനുപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ ആ ഒരു സക്സസ് പ്രിൻസിപ്പിൾസ് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ അവതരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന്റെ വേണ്ടി ഉപയോഗിച്ച ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 15,119 സ്റ്റുഡൻസ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ വിവിധ കോഴ്സുകളിലേക്ക്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെയും അതുപോലെ തന്നെ 44-ഓളം സ്റ്റാഫുകളെയൊക്കെ ഉൾപ്പെടുത്തക്ക രീതിയിലേക്ക് എങ്ങനെയാണ് ഈ സ്ഥാപനം വളർന്നത്? അതിനുപയോഗിച്ച 3 സക്സസ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? സോ അത് നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ബിസിനസ് തുടങ്ങുവാണെങ്കിലോ പ്രയോജനപ്പെടും വിചാരിക്കുന്നു. യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ അതിനുപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്,
അതിലൊന്നെന്ന് പറയുന്നത്, ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ്. വിൻ വിൻ വിൻ, അതായത് ഏത് ബിസിനസ് വിൻ ചെയ്യണമെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും വിൻ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കസ്റ്റമർ വിൻ ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊണ്ട് കസ്റ്റമർ വിൻ ചെയ്യണം. കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് കൊണ്ട് പ്രയോജനപ്പെടണം, നല്ല സർവീസും സപ്പോർട്ടും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. എങ്കിൽ അവർ നമ്മുടെ ലൈഫിലും കസ്റ്റമറായിട്ട് കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകും. രണ്ടാമത്തത് നമ്മുടെ എംപ്ലോയീസ് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ്, ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ കൊടുത്ത് അവരെ നമ്മൾ കൂടെ നിർത്തുക. മൂന്നാമത്തത് സപ്ലൈയേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റു പലരും ഉണ്ടായിരിക്കും. അവർക്കും കൃത്യസമയത്ത് പേയ്മെന്റ് കൊടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവരും വിൻ ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മളും വിൻ ചെയ്യും. എന്ന് പറയുന്നത് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും വിൻ ചെയ്യണം. കസ്റ്റമർ ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, സപ്ലൈസ് ആയിക്കോട്ടെ, എല്ലാവരും വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും വിജയിക്കും. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു കസ്റ്റമറെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വൺ ടൈം വാല്യൂ അല്ല, ലൈഫ് ടൈം വാല്യൂ. അതായത് ലൈഫ് ലോങ് നമ്മുടെ കസ്റ്റമർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ കണക്കാക്കിയിരിക്കുക. അതിനനുസരിച്ച് ഡീൽ ചെയ്യുക, അതിനനുസരിച്ച് മാത്രം ചാർജ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ആക്ച്വലി ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മറ്റ് ടെക്നോളജികളൊക്കെ അനുദിനം പുതിയതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര കോമ്പറ്റേറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ടൂൾസും ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി നമുക്ക് ഇത്രയധികം പാർട്ടിസിപ്പൻസ്, അതായത് കോഴ്സിലേക്ക് സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഇത്രയധികം എംപ്ലോയീസിനെയും കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏത് ബിസിനസ്സിലും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാനുണ്ട്. അതിനു മുമ്പ് മറ്റ് ടോപ്പിക്കുകളുണ്ട്. മറ്റ് ടോപ്പിക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, മറ്റു പല AI ടൂളുകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള ടോപ്പിക്കുകളിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. സോ അതിനു മുമ്പ് എന്താണ് ആക്ച്വലി ഇപ്പം നമ്മൾ കണ്ട 4-5 ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന പെയ്ഡ് കോഴ്സ് എന്താണെന്നുള്ളതും അവതരിപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് ആക്ച്വലി ഇപ്പം നമ്മൾ കണ്ട ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? 2 മിനിറ്റ് കൊണ്ട് റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ട 3-4 ടൂൾ കൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വരുമാനം കൂടെ ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കണ്ട ക്ലാസ് തുടങ്ങിയതിന് ശേഷം കണ്ട ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സോ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കാം, അല്ലേ? ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൂളുകൾ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും ബിസിനസ് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആ ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഡിസൈൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി അങ്ങനെ ഒരു ബിസിനസ് ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു മിഷൻ 36 lakhs എന്ന് പറയുന്ന ഈ ഒരു മിഷൻ സെറ്റ് ചെയ്ത് അതിനെ നമുക്ക് പിന്തുടരാം. എന്താണ് മിഷൻ 36 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വർഷത്തിൽ 36 ലക്ഷം രൂപ നമ്മൾ ഏൺ ചെയ്യണം എന്നുള്ള ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം ആദ്യം സെറ്റ് ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഇയർലി ഗോളിനെ നമ്മൾ മന്ത്ലി ഗോൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മന്ത്ലി ഗോളിലേക്ക് മാറ്റുവാണെങ്കിൽ ഓരോ മാസവും നമുക്ക് 3 ലക്ഷം രൂപ വീതം ഏൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 36 ലക്ഷം എന്ന് പറയുന്നത് 12 മാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്ത് വേണം? തീർച്ചയായിട്ടും നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം. ഡിസൈൻ ചെയ്യുന്ന സ്കില്ല്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ബിങ് ഇമേജ് ക്രിയേറ്റർ കണ്ടു, അതേപോലെ തന്നെ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ കണ്ടു. അത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യാം. വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല, വേറെ ആർക്കും പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അതേപോലെ തന്നെ നമുക്ക് ആഡ്സ് മാനേജറിനകത്തും ആഡ് ചെയ്യാൻ പറ്റും. ഈ 2 സ്കില്ലുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർക്ക് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് തുടങ്ങാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് തുടങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഒരു സർവീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് പേയ്മെന്റ് തരണ്ടേ? ഇല്ലേ? നമുക്കൊരു വർക്ക് ഒരാൾ തന്നെങ്കിലല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് ആ വർക്ക് ചെയ്ത് കൊടുക്കാൻ അവസരം കിട്ടത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ ആഡ് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് സർവീസ് ആണോ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ആദ്യം നമ്മൾ നിർമ്മിക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുക്കുക. നമുക്ക് അവിടെ എൻക്വയറീസ് വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാനുള്ള പോസ്റ്ററുകൾ നമുക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യാൻ പോകണം. എവിടെയാണ് സെർച്ച് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ട ക്യാൻവ എന്ന് പറയുന്ന ടൂളിൽ തന്നെ വന്ന് സെർച്ച് ചെയ്യാണ്. നമ്മൾ കണ്ടായിരുന്നല്ലോ, ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അതേ ടൂളിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. റെഡിമെയ്ഡ് പോസ്റ്റർ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. സോ എന്ന് പറഞ്ഞാൽ ക്യാൻവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിസൈൻ ഒന്നേന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന് ഇതിനകത്ത് എന്ത് ഡിസൈനാണോ വേണ്ടത് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഡിസൈൻസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു, നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നു, നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്യുന്നു. സോ ആ ചെയ്യുന്ന ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേസ്ബുക്കിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നിരവധി എൻക്വയറീസ് വരും. ഈ എൻക്വയറീസിനകത്ത് മാസത്തിൽ ഒരു 2 പെയ്ഡ് ക്ലയൻസിനെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കൂടെ നമുക്കൊരു 10 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഒരു 1-2 ക്ലയൻസിനെ വെച്ച് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു 5-6 മാസം കൊണ്ട് 10 ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. സോ മന്ത്ലി 30,000 പേ ചെയ്യുന്ന 10 ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ 3 lakhs എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താൻ സാധിക്കും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആ ക്ലയൻസിനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ മന്ത്ലി 3 lakhs എന്ന് പറയുന്ന ഫിഗറിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ വർദ്ധിപ്പിക്കാനോ സാധിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എഫർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ പഠിക്കേണ്ടതായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. മാത്രമല്ല ഈ സർവീസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ സർവീസസും ചെയ്തു കൊടുക്കാം, അല്ലെ? വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകൾ നമ്മളിവിടെ കണ്ടു. അത് നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, എത്ര രൂപയാണ് ചാർജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ശീലം നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ വീഡിയോകളിലൂടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിലൂടെയും പഠിക്കുന്ന ഒരു ശീലം നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ് അപ്ലൈ ചെയ്യുക. വിൻ വിൻ വിൻ. അതേപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്താണ് സക്സസ് സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഏജൻസി നടത്തുന്ന ഒരാളാണ് ബിനോജ് ഷാക്കർ. സോ അദ്ദേഹം മേര ABT എന്ന് പറയുന്ന ഏജൻസി, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തിരുവനന്തപുരത്ത് റൺ ചെയ്യുന്നുണ്ട്. മന്ത്ലി പ്രോഫിറ്റ് മാത്രമാണ് 5 lakhs എന്ന് പറയുന്നത്. എവറി മന്ത് 5 lakhs പ്ലസ് ആണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എഫർട്ട് ഇട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും പഠിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ വിവേക്, അദ്ദേഹത്തിന്റെ സ്ഥലം തൃശ്ശൂരാണ്. ഡിജി മാക്സ് തൃശ്ശൂർ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം. മന്ത്ലി 3 lakhs മുകളിൽ അദ്ദേഹം റവന്യൂ അല്ല, പ്രോഫിറ്റ് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മമത ഫ്രം തൃശ്ശൂർ, അതേപോലെ ശശികുമാർ സാർ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുവാണ്. സൗദി അറേബ്യ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുന്നു ഫ്രീലാൻസ് ആയിട്ട്. സോ അപ്പോൾ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റും. ഈവനിങ്ങുകളിലോ അല്ലെങ്കിൽ വീക്കെൻഡുകളിലോ ഒക്കെ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. പ്രമീഷ് ഫ്രം വൈക്കം കോട്ടയം, അതേപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന അർജുൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഐഷ ഒരു വീട്ടമ്മയാണ്, ആക്ച്വലി പൊൻകുന്നത്താണ് സ്ഥലം. ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അതിനുശേഷം പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഈ സർവീസസ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഷൊർണൂറുള്ള ശശികുമാർ സാർ, അദ്ദേഹം നമ്മുടെ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ഒരു ഏജൻസിക്ക് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് 80,000 രൂപ താഴെയായി. എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഏജൻസികളെ അപ്രോച്ച് ചെയ്ത് വലിയ എമൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ പകുതി ചാർജും യഥാർത്ഥത്തിൽ അവരുടെ സർവീസ് ചാർജ് ആയിരിക്കും. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശ്രീജ മേഡം കൊല്ലത്താണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. ആ നെറ്റ്വർക്കിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂളുകളും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ജയദേവ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, കോയമ്പത്തൂരാണ് സ്ഥലം. മലയാളം കേട്ടാൽ മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും ഉണ്ട്. അതേപോലെ തന്നെ ഹോം അപ്ലയൻസസിന്റെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററും ഉണ്ട് എന്നുള്ളതാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ലും ടൂൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സർവീസ് ആയിട്ട് ഇത് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്തിയവരും നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു മണി മേക്കിംഗ് സ്കില്ലാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത്, അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കുകളിലേക്ക് ഇമ്മീഡിയറ്റ്ലി കടക്കുന്നതായിരിക്കും. നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ കോഴ്സാണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 year ആണെങ്കിൽ ഇത് 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സാധിക്കും.
പിന്നെ എന്തിനാണ് 1 ഇയർ ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്? സോ 1 ഇയർ ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് ഈ ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. സോ എന്ത് സംശയം വരുവാണെങ്കിലും ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിൽ വന്നിട്ടും എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞ മിഷൻ 36 ലാക്സിലേക്ക് എത്തുന്ന എല്ലാ ഗൈഡൻസും ടൂൾസും മെത്തേഡ്സും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ ഗൂഗിൾ ആഡ്സിന്റെ ബേസിക്സ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. സോ എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. വേറൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. എന്താണ് ആമസോൺ സെല്ലിംഗ് എന്നുള്ളത്, പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യാം, കൂടാതെ യൂട്യൂബിലൂടെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെ, അതിനകത്തേക്ക് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നതെല്ലാം നമ്മൾ ഇതിലൂടെ കാണുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്. അതുകൂടാതെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡ് മേക്ക് മണി ഫ്രം യൂട്യൂബ്. അതുപോലെ മേക്ക് മണി ആസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, AI ഏജൻസ്, ബിസിനസ് ഓട്ടോമേഷൻ ടൂൾസ്, ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ടൂൾസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെഷൻസ് ആണ്. ഏകദേശം 22ഓളം മോഡ്യൂൾസ് വരുന്ന ഈ ഒരു സെഷന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് സൂമിലൂടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഓക്കെ, ട്യൂസ്ഡേ, അതായത് എല്ലാ ചൊവ്വാഴ്ചയും 7 മുതൽ 9 വരെ നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ 12 ലൈവ് ക്ലാസ്സുകളാണ് 3 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. സോ കൂടുതൽ സംശയങ്ങളുള്ള ആ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് കൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാം. മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ പെയ്ഡ് മെമ്പേഴ്സും കൂടെ ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ്. സോ ഇതിനകത്ത് ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ജോലി കണ്ടെത്താൻ സാധിക്കും, മാർക്കറ്റിംഗ് ഐഡിയകൾ, ബിസിനസ് ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ ഐഡിയകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ മെഗാ ബിസിനസ് മീറ്റപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാ മാസങ്ങളിലും ഓൺലൈനിൽ നടത്തുന്ന മീറ്റിങ്ങുകളാണ്. സോ അങ്ങനെ ഏകദേശം 36ഓളം ലൈവ് സെഷൻസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഓക്കെ, ആ ലേണിംഗ് പ്ലാറ്റ്ഫോം ഞാനിവിടെ കാണിക്കാം. സോ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആക്സസ് കിട്ടും. ഇതിന് മുമ്പുള്ള ഒരു 4-5 വർഷത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് കിട്ടും. കാരണം 2020 മുതലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. അന്ന് മുതലേ ഉള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ലഭിക്കും. ഓക്കെ, സോ ഞാൻ നമ്മുടെ ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. സോ എങ്ങനെയാണ് ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗം ഇരിക്കുന്നത്, അതിനകത്തുള്ള ടോപ്പിക്കുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ മിസ്സായാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എല്ലാ റെക്കോർഡിങ്സും ഇവിടെ ലഭിക്കും. അതേ ക്ലാസ് തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്ലാസ് വീണ്ടും വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആരംഭിക്കുന്നത് ഇതെല്ലാം ഷോർട്ടായിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോകൾ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, കൂടാതെ യൂട്യൂബ് മാർക്കറ്റിംഗ്, ഗൂഗിൾ മൈ ബിസിനസ്, ഗൂഗിൾ ആഡ്സ്, കാംബ്രീഷ്യ സ്റ്റുഡിയോ വീഡിയോ എഡിറ്റിംഗ്, വെബ്സൈറ്റ് ക്രിയേഷൻ, മേക്ക് മണി ഓൺലൈൻ, പേയ്മെന്റ് ഗേറ്റ്വേ, SEO, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, SMS മാർക്കറ്റിംഗ്, അങ്ങനെ പോകുന്നു. സോ അത് കഴിഞ്ഞാൽ ഓക്കെ, ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ്. നമ്മുടെ ഓൺലൈൻ ബാച്ച് ആരംഭിച്ചത് 2020 ജൂൺ മാസമാണ്. അന്ന് മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഏറ്റവും താഴേക്ക് ഞാൻ സ്ക്രോൾ ചെയ്ത് വരികയാണ്. ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഓക്കെ, 2026 ഫെബ്രുവരി 10, അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് പ്ലേ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് എന്ത് ഫീസാണ് വരുന്നത്, എന്താണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറുകൾ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു കോഴ്സിന്റെ ഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് ആക്ച്വലി തരുന്ന ചില സോഫ്റ്റ്വെയറുകൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കാംബ്രീഷ്യ സ്റ്റുഡിയോ ഈ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് 17,000 രൂപയാണ്. ഓൺലൈനിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കും. കൂടാതെ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ, അതായത് നല്ല ഡിസൈൻസ് ചെയ്യാനുള്ള പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ ലഭിക്കും. 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം എന്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ള കണ്ടന്റ് ഐഡിയകളാണ് ഇതിനകത്ത് ഉള്ളത്. കൂടാതെ സപ്പോർട്ട് ഞാൻ പറഞ്ഞ 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും.
ലൈവ് ക്ലാസ്സുകൾ, മെഗാ മീറ്റപ്പ്, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് കോഴ്സിന്റെ വാല്യൂ. റെക്കോർഡ് വീഡിയോസ്, സോഫ്റ്റ്വെയറുകൾ, ലൈവ് ക്ലാസ്സുകൾ എല്ലാം അടങ്ങുന്നതിന്റെ വാല്യൂ ആണ് 31,500. സോ എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 രൂപ മാത്രമാണ് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. സോ അതിൽ തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫറിൽ 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് ആക്ച്വലി 6,500. അത് കഴിഞ്ഞ് വരുന്നവർക്ക് 14,500 ആയിരിക്കും വരുന്നത്. ഈ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. സോ പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. സോ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണോ ഇരിക്കുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ അഡ്മിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള, നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ടുള്ള എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കാം. സോ അങ്ങനെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിന് മെസ്സേജ് അയച്ചാലും മതി. അഡ്മിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനും ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഓഫർ ലഭിക്കത്തില്ല. ഓഫർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള എക്സിക്യൂട്ടീവ് വഴി മാത്രമാണ് ലഭിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിലാണോ വന്നിരിക്കുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലഭിക്കും. ഞാൻ വെബ്സൈറ്റ് കൂടെ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, digitalmagnetonline.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. digitalmagnetonline.com. സോ അതിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് അവിടെ 6,500 അല്ല, 14,500 ആണ് അവിടുത്തെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. സോ അതടയ്ക്കാനുള്ള പേയ്മെന്റ് മാത്രമാണ് ആ സൈറ്റിൽ അവൈലബിൾ, നമ്മുടെ സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓഫർ ഫീസിനാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. മറ്റു ടോപ്പിക്കുകളിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചോദിക്കാം, ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. രാവിലെയാണോ വൈകുന്നേരമാണോ ലൈവ് ക്ലാസ്? ലൈവ് ക്ലാസ് വൈകുന്നേരമാണ്. രാത്രി 7:30 മുതൽ 9 വരെയാണ് നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നത്. ഫീസ് 14 സംതിങ് ആണോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി ഫീസ് 14,500 ആണ് ആക്ച്വൽ ഫീസ് വരുന്നത്. 14,500 ആണ് ആക്ച്വലി 1 ഇയർ കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത്. സോ അതിനകത്തുള്ള ഓഫർ ഫീസാണ് ഞാൻ ഇവിടെ പറഞ്ഞ 6,500 ഫസ്റ്റ് 10 ബുക്കിംഗ്സിൽ വരുന്നവർക്ക്. ഓക്കെ. സോ ആക്ച്വൽ ഫീസ് 14,500 ആണ്. സോ ഫസ്റ്റ് 10 ബുക്കിംഗ്സിനുള്ളിൽ വരികയാണെങ്കിൽ 6,500. നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫറിനെ പറ്റി അറിയാൻ സാധിക്കും. ഓക്കെ. വൺ ടൈം ഫീസ് ആണെന്ന് ചോദിക്കുന്നത്. വൺ ടൈം ഫീസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 90% സംഗതികൾ ലഭിക്കും. കഴിഞ്ഞ 4 വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ലഭിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കയറാനുള്ള ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ലഭിക്കും. കൂടാതെ ഈ ഡൗൺലോഡബിൾ മെറ്റീരിയൽസ്, ഈ കോഴ്സിൽ ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളെല്ലാം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ 90% സംഗതികളും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ആക്സസ് ലഭിക്കും എന്നുള്ളതാണ്. ആകെ ലൈവ് ക്ലാസ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി. സോ ബുക്ക് ചെയ്യാൻ ഇതാണ് ചെയ്യേണ്ടത്. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് എടുത്ത് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. സോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെന്റ് അടച്ചതിന് ശേഷം പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ലഭിക്കും. സോ ഇതിലേക്ക് വരുമ്പോൾ ക്ലാസിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. സപ്പോർട്ട് സ്റ്റാഫുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. സോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും ഇന്ന് രാത്രി തന്നെ കിട്ടും. ഇന്ന് രാത്രി തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു തുടങ്ങാൻ സാധിക്കും. സപ്പോർട്ട് സ്റ്റാഫുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു പാർട്ടിസിപ്പേറ്റ്, ഞാനൊരു ആർക്കിടെക്ട് ആണ്, എനിക്ക് എങ്ങനെ ഈ കോഴ്സ് പ്രയോജനം ചെയ്യും എന്ന് രാജൻ സാർ ചോദിക്കുന്നുണ്ട്. ഒരു ആർക്കിടെക്ട് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് പുതിയ വർക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുക്കാൻ സാധിക്കും. അതായത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റുപരമായിട്ടുള്ള വർക്കുകൾ വെച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോയോ ഇമേജോ വെച്ചിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും.
സോ പ്രൊമോട്ട് ചെയ്യുമ്പം ഇതേപോലെ അതേപോലെയുള്ള ഡിസൈനുകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പലരും എൻക്വയറി ചെയ്യും. സോ നമ്മൾ അതിന് കൊട്ടേഷൻ കൊടുത്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വർക്കുകൾ കണ്ടെത്താൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു ആർക്കിടെക്ട് ആണെന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കും. അതിനകത്ത് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിരിക്കുന്നത് റെക്കോർഡ് ക്ലാസ് ലൈഫ് ടൈം ആക്സസ് ആണോ? റെക്കോർഡ് ക്ലാസ് 1 ഇയറിലേക്കാണ് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നത്. 1 ഇയർ കഴിഞ്ഞും ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് പേയ്മെന്റ് അടച്ച് വീണ്ടും റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ബാച്ചിൽ കയറാൻ സാധിക്കും. വീണ്ടും 1 ഇയറിലേക്ക് കൂടി ആക്സസ് ലഭിക്കും. സോ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിന്റെ റെക്കോർഡിങ്സ് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു 2020 മുതലേ ഉള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കൂടെ ലഭിക്കും. 2020 മുതലേ ഉള്ളത് മാത്രമല്ല, ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതേപോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് എങ്ങനെയാണ് ആഡ് കൊടുക്കുന്നത്, ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇതൊരു ഡെമോ ക്ലാസ് ആയതുകൊണ്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അവിയൽ പരുവത്തിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോകുന്നത്. അങ്ങനെയല്ല നമ്മുടെ ഓരോ ആഴ്ചകളിലെയും ലൈവ് ക്ലാസ്സുകൾ. ഒരാഴ്ചയിൽ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നത് മാത്രമായിരിക്കും. ഓക്കെ, ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നത് മാത്രമായിരിക്കും ഒരാഴ്ചയിൽ. അതിനടുത്ത ആഴ്ച ഫേസ്ബുക്കിലെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് മാത്രമാണ്. അതിനടുത്ത ആഴ്ച വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. സോ അങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. ഇതൊരു ഡെമോ ക്ലാസ് ആയതുകൊണ്ടും ഇതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കിനും ഓരോ ടൂൾസും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇങ്ങനെയല്ല ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഒരു ടോപ്പിക് തന്നെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പോകുന്നതാണ് ആ ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ പലരും പേയ്മെന്റ് അടച്ച മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. പേയ്മെന്റ് അടച്ചവർ പേര് ഞാൻ വിളിക്കാം. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ചില പേയ്മെന്റുകളാണ്. ഒരു പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ അടച്ചവരോ അല്ലെങ്കിൽ ലിങ്ക് വഴി പേയ്മെന്റ് അടച്ചവരോ ഉണ്ടെങ്കിലും ഇൻഫോം ചെയ്യുക. ഓക്കെ, ഫാസിസ്, ഷറഫ്, മധു, സുനീഷ്, അഭിരാജ്, അബ്ദുൽ, സലിൻ, ഷാനി, ഇവരൊക്കെയാണ് ഗൂഗിൾ പേയിൽ അയച്ചിട്ടുള്ളത്. അവർ പേര്, ഇമെയിൽ അഡ്രസ്, അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഈ പേഴ്സണൽ മെസ്സേജ് അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് സംഗതി? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഗ്രൂപ്പുകളിൽ പെട്ടെന്ന് ഓഫർ ക്ലോസ് ആവും. കാരണം ഓരോ ഗ്രൂപ്പിനും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 40,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. 7,500 പ്ലസ് 7,000. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണെങ്കിൽ 6,500 അവൈലബിൾ ആണെങ്കിൽ ഇമീഡിയറ്റ്ലി ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചാറ്റ് വിൻഡോയിൽ. UAE ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? UAE ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, UAEയിലുള്ള ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ UAEയിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി, UAEയിലുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ അതാണ് UAE ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. കമ്പ്യൂട്ടർ ബേസിക് നോളജ് ആണ് എനിക്ക് പഠിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇത് ബേസിക് നോളജ് ഉള്ള ആർക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ പറയാൻ കാര്യം നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് ഈ കോഴ്സിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാക്കുന്നത് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പസമയം കൂടുതൽ എടുക്കുമെന്നുള്ളതാണ്. സോ അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ സന്തോഷത്തോടെ അത് പറഞ്ഞു കൊടുക്കുക. അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും, നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ 4 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ എന്ത് ബേസിക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് എന്നോട് തന്നെ ചോദിക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കോഴ്സിൽ ജോയിൻ ചെയ്ത് അതിന്റെ പ്രയോജനം കിട്ടിയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ മറ്റൊരാളെ റെഫർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കോഴ്സിൽ ജോയിൻ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലാപ്ടോപ്പ് വേണമെന്ന് വെച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വീഡിയോ എഡിറ്റിംഗ് ലാപ്ടോപ്പിലും പഠിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടും പഠിപ്പിക്കുന്നുണ്ട്. സോ അതൊഴിച്ച്, അതായത് ആ വീഡിയോ എഡിറ്റിംഗ് ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മൊബൈലിൽ ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. സോ വീഡിയോ എഡിറ്റിംഗ് മൊബൈലിൽ മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ലാപ്ടോപ്പിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ലാപ്ടോപ്പിൽ ചെയ്യാൻ സാധിക്കും. പെന്ന്, ടാബ്ലറ്റ്
വെച്ച് കഴിയുമോ? അതെ, ടാബ്ലറ്റ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും പറ്റും. പക്ഷേ വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നോർമൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ UAE പ്ലാറ്റ്ഫോം. അവിടെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് അല്ലേ? അപ്പോൾ അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ടാർഗറ്റിംഗ് വെച്ച് തന്നെ നമുക്ക് ടിക്ടോക്കും സ്നാപ്ചാറ്റും ഒക്കെ ചെയ്യാൻ സാധിക്കും. കാരണം ടാർഗറ്റിംഗ് എങ്ങനെയാണ്, ഏത് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യണം, എത്ര വയസ്സ്, ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് സ്നാപ്ചാറ്റിനകത്തും അതേപോലെ തന്നെ ടിക്ടോക്കിനകത്തും കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ അതിന്റെ ഒരു ടോപ്പിക് ഇവിടെ ഉൾപ്പെടുത്താത്തത്. അതേസമയം മറ്റ് പല കൺട്രികളിലും ടിക്ടോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗൾഫിൽ, സൗദി അറേബ്യയിലൊക്കെ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഈ ഒരു എങ്ങനെയാണ് ഈ ടാർഗറ്റിംഗ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ പ്ലാറ്റ്ഫോമുകളിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് ഉള്ള സെറ്റിംഗ്സ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും എന്നുള്ളതാണ്. ഓക്കെ, ആഡ്സ് മാനേജർ ഫേസ്ബുക്കിൽ കിട്ടത്തില്ലേ? അതായത് മൊബൈൽ ഉപയോഗിക്കുന്നതിലൂടെ ആഡ്സ് മാനേജർ ഫേസ്ബുക്കിൽ ആക്ച്വലി നമുക്ക് മൊബൈലിൽ കിട്ടത്തില്ല. മൊബൈലിൽ നമുക്ക് ആഡ്സ് മാനേജർ എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ആഡ്സ് മാനേജർ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനോടൊപ്പം തന്നെയുണ്ട്. അതേസമയം മൊബൈലിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ആപ്പ് മെറ്റ ആഡ്സ് മാനേജറിനോ അല്ലെങ്കിൽ ആഡ്സ് മാനേജറിനോ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലാണ് നമുക്ക് മൊബൈലിൽ ആഡ്സ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ബൂസ്റ്റ് പോസ്റ്റിന് അതിന്റെ ആവശ്യമില്ല. ബൂസ്റ്റ് പോസ്റ്റിന് ഈ ആഡ്സ് മാനേജർ ഒന്നും ഇല്ലാതെ മൊബൈലിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റി കണക്കുകളൊക്കെ പറഞ്ഞു. ഇതിലൂടെ ഞാൻ എത്രത്തോളം രൂപ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. കാരണം ഞാനിവിടെ ലക്ഷങ്ങളുടെ കണക്കുകളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്തെങ്കിലാണല്ലോ എന്റെ വാക്കുകൾക്ക് വിലയുള്ളത്, അല്ലേ? യെസ്. സോ ഞാനിതിവിടെ വെളിപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിന് എത്രത്തോളം മണി പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയും അതുപോലെ തന്നെ ഇത് സാധ്യമാണ് എന്നുള്ളതിന് വേണ്ടി കൂടിയാണ് ആക്ച്വലി ഞാനത് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആക്ച്വലി എന്റെ വരുമാന സ്രോതസ്സുകളിൽ പല വരുമാന സ്രോതസ്സുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിലൂടെയും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും അതിലെ മേജർ ആയിട്ടുള്ള 3 വരുമാന സ്രോതസ്സുകളാണ്. ഒന്ന്, ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയുള്ള വരുമാനം എന്നുള്ളതാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ്, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസിംഗ് സിസ്റ്റമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുന്നതും അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നിങ്ങൾക്ക് ആരംഭിക്കാം. ക്ലയൻസിനെ കണ്ടെത്തി സർവീസ് ചെയ്തു കൊടുക്കാം. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ക്ലയന്റുകളുണ്ട്, അവർക്ക് സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ 3 വരുമാന സ്രോതസ്സുകളാണ് മെയിനായിട്ടും എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിലൂടെ പ്രാക്ടീസ് ചെയ്തതിലൂടെ ഉള്ളത്. സോ ഇതിലൂടെ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അതിന്റെ കണക്കിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ച നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന എത്രത്തോളം സ്റ്റുഡൻസ് ആണ് നമുക്കിവിടെ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, കോവിഡിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം സ്റ്റുഡൻസിനെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്തേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എല്ലാം ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ് കൂടാതെയുള്ള ഓൺലൈൻ ക്ലാസ്സിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 15,119 സ്റ്റുഡൻസ്. സോ ഇവർ പലപ്പോഴായിട്ട് ലോഗിൻ ചെയ്യുന്നത് പഠിക്കുന്നതിന്റെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണുന്നത്. എത്ര മണിക്കൂർ ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ ലോഗിൻ ചെയ്തൊക്കെ ഉള്ളതുള്ളത്. ഇത് നമ്മൾ 6,500 എന്ന് പറയുന്ന എമൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 4 വർഷത്തെ റവന്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മണി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിനെ 6,500 എന്ന് പറയുന്ന ഓഫർ ഫീസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 9,82,00,000 എന്ന് പറയുന്നതാണ് നമ്മുടെ 4 വർഷത്തെ റവന്യൂ. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2,45,00,000 എന്ന് പറഞ്ഞാൽ 245 lakhs. ഈ ഒരു ഫിഗറിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ പറഞ്ഞ ടൂൾസ് ആൻഡ് ടെക്നിക്സ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ 36 lakhs പെർ ഇയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ എഫർട്ട് അത്യാവശ്യമാണ്. എഫർട്ട് ഇട്ടെങ്കിലായിരിക്കും നമുക്ക് അതിനകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. സോ അതാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു കണക്ക് ഞാനിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. സർവീസസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന ഏതാനും ചില ക്ലയൻസിനെ കാണിക്കാം. ഓക്കെ, സോ ഇതിൽ കൂടുതൽ ക്ലയൻസ് ഉണ്ട്. ഇതിൽ ഞാൻ ഏതാനും ചിലരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്, അതുകൂടാതെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. സോ ഇതിന്റെ മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത്
ആവറേജ് അത് വർക്കിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. 5 lakhs to 8 lakhs പെർ മന്ത് ആണ്. ഡിപ്പെൻസ് ഓൺ ദ വർക്ക്. ചില മാസങ്ങളിൽ വർക്ക് കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ വർക്ക് കുറവായിരിക്കും. ഇതെല്ലാം ഞാനല്ല ഇപ്പം ചെയ്യുന്നത്, നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട്, ഞാൻ അതിന് മേൽനോട്ടം കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നുണ്ട്. സോ അതിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 80,000 ആണ്. സോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു മണി മേക്കിംഗ് സ്കില്ലാണ്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ എഫർട്ട് ഇടണം, സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റു ചില ടോപ്പിക്കുകളിലേക്ക് കിടന്നാലോ. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് പേയ്മെന്റ് എറർ വന്ന് എന്താണ് ചെയ്യുന്നത്. പേയ്മെന്റ് എറർ വന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക, എങ്കിലായിരിക്കും അവർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് ലിങ്ക് തരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റെഡിയാണോ? മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാൻ റെഡിയാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വീണ്ടും ചില പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, റെഡിയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ച്വലി ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആമസോണിലൂടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യാൻ നമ്മൾ ആദ്യം ആമസോൺ പോലെയുള്ള സൈറ്റിനകത്തേക്ക് ചെന്നതിന് ശേഷം അവിടെ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മുടെ ആമസോൺ ആണ്. ആമസോണിൽ വന്നിട്ട് ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, സെൽ ഓൺ ആമസോൺ, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെല്ലർ സെൻട്രൽ, ഈ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യപ്പെടുമ്പോൾ മാത്രം നമ്മൾ വരുമാനം കൊടുത്താൽ മതി, ഐ മീൻ കമ്മീഷൻ കൊടുത്താൽ മതി. ഓക്കെ, ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത് ഫ്രീ ആണ്. അതിലൂടെ സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് അതിന്റെ കമ്മീഷൻ ആമസോണിന് കൊടുക്കേണ്ടത്. സോ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി പേര് ഇത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിനകത്തൂടെ ബുക്കുകളും പെൻഡ്രൈവുകളും ഒക്കെയാണ് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബനാന ചിപ്സ് എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഉപ്പേരി ഉണ്ടല്ലോ, ആൾക്കാർ ഇതിനകത്തൂടെ വിറ്റ് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത്, ഇരട്ടി വിലയ്ക്ക് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയമുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും സെർച്ചിൽ ആദ്യം വന്നിരിക്കുന്നതും കേട്ടോ, സ്പോൺസേഡ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നുണ്ടോ. വേറെ സെർച്ചിൽ ആദ്യം കൊണ്ടുവരാനുള്ള സംവിധാനം നമുക്ക് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അഡ്വർടൈസിങ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് കവർ ചെയ്യുന്നത് ആമസോൺ സെല്ലിങ്ങും അതിൻ്റെ അഡ്വർടൈസിങ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി ഇത് പോട്ടെന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മരച്ചീനി കമ്പുകൾ ഉണ്ടല്ലോ, ഇതിനകത്തൂടെ നമുക്ക് ആൾക്കാർ വിൽക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ടപ്യോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ മരച്ചീനി കമ്പുകൾ ആൾക്കാർ വിൽക്കുന്നതാണ്. ഇപ്പൊ ഇതാര് മേടിക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. മേടിക്കാൻ ആൾക്കാരുണ്ട്. കാരണം ആമസോൺ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമുക്കറിയാം ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇത് മരച്ചീനി കമ്പാണ്. നമ്മുടെ നാട്ടിൽ മരച്ചീനി നടാൻ വേണ്ടി അല്ലെങ്കിൽ കപ്പ നടാൻ വേണ്ടി കുഴിച്ച് വെക്കുന്ന കമ്പാണ് ഈ കാണുന്നത്. 4 കഷ്ണം കമ്പാണ് 250 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 20 സെന്റിമീറ്റർ നീളമുള്ള 4 എണ്ണമാണ് 250 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആര് മേടിക്കാനാണ്? ശ്രദ്ധിക്കുക, ഹിമാചൽ പ്രദേശിലോ കാശ്മീരിലോ ഒക്കെ 1 കിലോ ആപ്പിളിന് 20 രൂപയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ 200-300 രൂപ കൊടുത്ത് മേടിക്കുന്നത്. എന്താ കാര്യം? കാരണം നമ്മുടെ ഇവിടെ അത് അവൈലബിൾ അല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആ വില കൊടുത്ത് മേടിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഇപ്പം അയൽവക്കത്ത് പോയി മേടിക്കാൻ പറ്റാത്ത ആൾക്കാർ പല സിറ്റികളിലും ഉണ്ട്. അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ 2-3 സെന്റിൽ നടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഓൺലൈനിലൂടെ ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ കാണിച്ചത്. അതേപോലെ തന്നെ ചിരട്ട ആൾക്കാർ ഇതിനകത്ത് വിത്ത് പൈസ ഉണ്ടാക്കുന്നു. തേങ്ങയെക്കാളും കൂടുതൽ വിലയ്ക്ക് ചിരട്ട വിൽക്കുന്നു. കോക്കനട്ട് ഷെൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കോക്കനട്ട് ഷെൽ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും തേങ്ങയെക്കാളും വിലയ്ക്ക് ഇതിനകത്തൂടെ ചിരട്ട വിൽക്കുന്നത്. ഓക്കെ, ഈ കാണുന്നതൊക്കെ എത്ര കിലോ ചിരട്ടയാണ് ഇതിനകത്തൂടെ 560 രൂപ വിൽക്കുന്നത്. 4 കിലോ ചിരട്ട 560 രൂപ. 1 കിലോയ്ക്ക് അപ്പം 140 രൂപയായി. 1 കിലോ തേങ്ങയ്ക്ക് 140 രൂപ ഇല്ലല്ലോ, പക്ഷേ 1 കിലോ ചിരട്ട 140 രൂപയ്ക്ക് ഇതിനകത്തൂടെ വിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആമസോണിലൂടെ പല ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മളത് മനസ്സിലാക്കി ഇതിനകത്തൂടെ സെല്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഒരു ബയറായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. കടകളിൽ പോയി സാധനം മേടിക്കുന്നു, ഓൺലൈനിലൂടെ സാധനം മേടിക്കുന്നു, എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോക്കറ്റിലേക്ക് പൈസ വന്നു കയറണമെങ്കിൽ നമ്മളൊരു സെല്ലർ കൂടിയായി മാറണം. അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്
ആമസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ നമുക്ക് ഇനി എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുണ്ടല്ലോ. റെഡി ആണെങ്കിൽ ലെസ് കമന്റ് ചെയ്യാം. ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡിയാണോ? അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. യെസ്, റെഡിയാണ്. ഓക്കെ. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറയുമ്പോൾ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ രണ്ട് ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. ഒന്ന് ആക്റ്റീവ് ഇൻകം, മറ്റൊന്ന് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിലും വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൈസ നമ്മൾ നഷ്ടപ്പെടുത്താതെ ബാങ്കിലൊക്കെ സേവ് ചെയ്ത് അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൊക്കെ ഇട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മളല്ല ജോലി ചെയ്യുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ പൈസ നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പാസീവ് ഇൻകം ആണ്. പക്ഷെ എല്ലാവർക്കും അത്രയും വലിയ വരുമാനമൊന്നും കാണത്തില്ല ഇങ്ങനെ ഒരു പാസീവ് ഇൻകം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ. രണ്ടാമത്തെ മറ്റൊന്ന് പറയാം. യൂട്യൂബിലൊക്കെ ആൾക്കാർ വീഡിയോസ് ഇട്ട് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ പലരും ഇപ്പോൾ ഒരു വർക്കും ചെയ്തിട്ടില്ലെങ്കിലും ഒരു വീഡിയോസ് ഇട്ടില്ലെങ്കിലും പഴയ വീഡിയോകളിൽ നിന്ന് അവർക്ക് പരസ്യ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ഒരു പാസീവ് ഇൻകം ആണ്. കാരണം ഒരു കാലത്ത് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവർക്ക് ഒരു വരുമാനം, ഒരു ജോലിക്കും പോയില്ലെങ്കിലും അവർക്ക് വരുമാനം അതിൽ നിന്ന് വരുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കുകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ, സോ അവര് ആ ബുക്കുകളൊക്കെ ഇപ്പോഴും വിറ്റഴിച്ച് വെക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വേറൊരു ജോലിക്കും പോയില്ലെങ്കിൽ ആ ബുക്കുകളിൽ നിന്നുള്ള റോയൽറ്റി ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു പാസീവ് ഇൻകം ആണ്. അപ്പൊ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ജോലിയും ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിന് നല്ലൊരു ഓപ്ഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പൊ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇവിടെ കാണിക്കാം. എന്നിട്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാണാൻ സാധിക്കും. digitalmagnetonline.com എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്നിവിടെ ഓപ്പൺ ചെയ്യാം. സോ ആ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വലതുവശത്ത് വരുവാണ് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരസ്യം വെച്ചിരിക്കുന്നു. സോ എന്തിനാണ് നമ്മുടെ കമ്പനിയുടെ സൈറ്റിനകത്ത് ആമസോണിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവർ നേരെ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ്, ആമസോണിൽ 17 കോടി പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യേണ്ട, ഒന്നും അയച്ചു കൊടുക്കണം, നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യുകയാണ്, ആമസോണിലേക്ക് റെഫർ ചെയ്യുകയാണ്. സോ ഇതേപോലെ റെഫർ ചെയ്ത് ആരെങ്കിലും അതിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആമസോണിന്റെ സൈറ്റിൽ വന്നിട്ട് ഒരു അഫിലിയേറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആമസോൺ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബിക്കം ആൻ അഫിലിയേറ്റ്. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കണം. സോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കമ്മീഷൻസ് കിട്ടുന്നത്. സോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അഫിലിയേറ്റ് അക്കൗണ്ടിലൂടെ എടുക്കുന്ന ലിങ്കുകളെല്ലാം നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകളായിരിക്കും. സോ അത് നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ, നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കും, നമ്മുടെ ഒരു അഫിലിയേറ്റ് ലിങ്കിലൂടെ പോയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലാപ്ടോപ്പും കിട്ടും, നമുക്കൊരു കമ്മീഷൻ കിട്ടും. എന്നാണ് അവർ കൂടുതൽ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലിങ്കിലൂടെ പോയി വാങ്ങിച്ചാലും ആമസോണിൽ കയറി നേരിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പ്രൈസ് ആയിരിക്കും ആ കൂട്ടുകാരൻ അടയ്ക്കേണ്ടി വരുന്നത്. അതേസമയം നമുക്ക് അങ്ങനെ അഫിലിയേറ്റ് ലിങ്ക് ഇല്ലെങ്കിൽ കമ്മീഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. സോ ഇതേപോലെ നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് മാറുന്നത് ആമസോണിന് മാത്രമല്ല നിരവധി കമ്പനികളുടെ അഫിലിയേറ്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞത് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മളെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയോ നമുക്ക് ഇതേപോലെ ആമസോണിന്റെയോ അല്ലെങ്കിൽ മറ്റു പല കമ്പനികളുടെയോ പ്രൊഡക്റ്റുകളുടെയോ സർവീസുകളുടെയോ ലിങ്കുകൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ചില ലിങ്കുകളായിരിക്കും. സോ ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അതിനുള്ള സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പോയി രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അന്നേരമാണ് നമ്മൾ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം നമുക്ക് കമ്മീഷൻസ് കിട്ടാനുള്ള ബാങ്ക് അക്കൗണ്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം.
സോ അതിന് പറയുന്നത് ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ്. ഇത് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ലിങ്കുകൾ നമുക്ക് വാട്സാപ്പിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. സോ അതിലൂടെ കിട്ടുന്ന ഇൻകം നമുക്കൊരു പാസീവ് ഇൻകം ആയിട്ട് മാറും പിന്നീട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ കോഴ്സിന് പോലും അഫിലിയേറ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ കോഴ്സിലേക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്ത് അവർ ജോയിൻ ചെയ്യുമ്പോൾ ഇൻകം കിട്ടുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമുക്ക് അഫിലിയേറ്റ് സിസ്റ്റം നമ്മളിവിടെ പെയ്ഡ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഞാനതിവിടെ കാണിക്കാം. ഓക്കെ, ലേൺ ആൻഡ് ഏൺ, അതായത് കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുമാനം ഉണ്ടാക്കാം. സോ എന്താണ് സംവിധാനം? അതായത് നമ്മുടെ കോഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആഴ്ചകൾ തോറും ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ഡെമോ ക്ലാസ്സുകളിൽ നിങ്ങളുടെ കെയർ ഓഫിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവരോ ആരെങ്കിലും ഒക്കെ പങ്കെടുപ്പിക്കുന്നു. സോ പങ്കെടുപ്പിക്കുന്നവർ നിങ്ങളുടെ കെയർ ഓഫിലൂടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിലേക്ക് മുടക്കിയ പൈസ തന്നെ 2-3 പേര് ജോയിൻ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചകളിലും വരുമാനം നേടാൻ സാധിക്കും. അതിലൂടെ മാർക്കറ്റിംഗും പഠിക്കാൻ സാധിക്കും, ആഴ്ചകൾ തോറും ഇൻകം ഉണ്ടാക്കാനും സാധിക്കും. സോ ഇത് നമ്മുടെ അഫിലിയേറ്റ് സിസ്റ്റമാണ്, ഡിജിറ്റൽ മാഗ്നറ്റിന്റെ അഫിലിയേറ്റ് സിസ്റ്റമാണിത്. സോ ഇത് മാത്രമായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കോഴ്സിന്റെ ബെനിഫിറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് സ്വമേധയാ പ്രൊമോട്ട് ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്, അല്ലേ? നമ്മൾ മറ്റൊരാളെ റെഫർ ചെയ്യുമ്പോൾ അവർക്ക് കോഴ്സിനെ പറ്റി ബോധ്യം വേണമല്ലോ. സോ അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ബൂസ്റ്റ് പോസ്റ്റും മെറ്റ ആഡ്സും സെയിം ആണോ? ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന മെറ്റ ആഡിന്റെ ഒരു കാറ്റഗറിയാണ്. ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റ് മെറ്റ ആഡ്സിന്റെ ഒരു സിമ്പിൾ ഫോമാണ്. സോ അതിന്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഫോമാണ് ആക്ച്വലി ആഡ്സ് മാനേജറിനകത്ത് ചെയ്യുന്നത്. സോ മെറ്റ ആഡ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സും കൂടെ കമ്പൈൻഡ് ആയിട്ട് രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് മെറ്റ ആഡ്സ് എന്ന് പറയും. അതിനകത്ത് തന്നെയുള്ള സംഭവമാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്സാപ്പിലും രജിസ്റ്റർ ചെയ്യാമോ എന്ന് വെച്ചിട്ടുണ്ട്. വാട്സാപ്പിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ലിങ്കുകൾ വാട്സാപ്പിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, നമ്മൾ കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകൾ. ഓക്കെ, അതേപോലെ തന്നെ പലരും ചോദിക്കാറുള്ള ഒരു സംഭവമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോഴേ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബിസിനസിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരം ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം. ഓക്കെ, സോ ഇത് 2-3 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അതിന് ഓണർ വിളിച്ച് പറഞ്ഞു, ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു. സോ സാറ് ക്ലാസ്സിൽ പറഞ്ഞ ഈ ഒരു ടൂള് കാരണം എനിക്ക് 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ പറ്റിയത്. എന്നാൽ 7-8 ഡിസൈനേഴ്സ് ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. അതിൽ നിന്ന് 2 പേരെ അദ്ദേഹം കുറയ്ക്കാൻ കുറച്ചു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, കാരണം 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? ആ ക്ലാസ്സിൽ പറഞ്ഞ ടൂൾ എന്താണ്? ആ ക്ലാസ്സിൽ പറഞ്ഞ പല ടൂളുകളിൽ ഒരെണ്ണമായിരുന്നു remove.pg എന്ന് പറയുന്ന സംഗതി. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ remove.pg. ആ സ്റ്റുഡിയോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെ 2 പേരെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പണ്ട് സ്റ്റുഡിയോകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ബാക്ക്ഗ്രൗണ്ടിന് പകരം വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില സ്റ്റാഫുകളെ ഇരുത്തും. സോ അവരുടെ ആവശ്യമില്ല ഇതിനകത്ത്. ഓക്കെ, remove.pg എന്ന് പറയുന്ന സൈറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. remove.pg-ക്കകത്ത് വന്ന് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിമൂവ് ആയി കിട്ടും. സോ അതേസമയം പഴയ രീതിയിലാണെങ്കിൽ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെ ട്രേസ് ചെയ്ത് പോയിട്ടൊക്കെ ആയിരുന്നു റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. സോ ഇതൊരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രജനീകാന്തിന്റെ ഈ ഒരു ഇമേജ്. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ പഴയ രീതിയിലാണെങ്കിൽ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് കഷ്ടപ്പെട്ട് സമയമെടുത്തൊക്കെ ആയിരുന്നു റിമൂവ് ചെയ്യേണ്ടത്. അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാം? ഇത് നേരെ വന്ന് നമ്മൾ അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഇമേജ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഞാൻ ആ ഇമേജ് ഒന്ന് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാണ്ട് രജനീകാന്തിന്റെ സ്പോട്ടിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ടോ നോക്കാം. അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഇതാ പോയി കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ്, ആക്ച്വലി 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ ഈ കാണുന്നത്, ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പല ടൂളുകളും വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ജോലിക്ക് ഒരു ഭീഷണിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് പലതും എടുത്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഇതൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കേണ്ടി വരും. സോ അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ലതാണ്, പക്ഷേ നമ്മളത് പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്കതൊരു ഭീഷണിയായിരിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ കോഴ്സിനകത്ത് അതുകൊണ്ടാണ് ആക്ച്വലി AI പവേർഡ് ആക്കി മാറ്റിയത്. കാരണം പല AI ടൂളുകളും ഉപയോഗിച്ചുകൊണ്ടാണ്
ഇമേജുകൾ ഡിസൈൻ ചെയ്യുന്നതും വീഡിയോകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ AI യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ക്ലോസിംഗിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ 3 കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 2016 ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നല്ല ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വന്ന് ഇപ്പോൾ 10 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ തുടർന്ന് പോകുന്നത്. ഇതിന് 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞു. രണ്ടാമത്തത് ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതായത് ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഹരമാണ്. അപ്പോൾ എനിക്ക് ബോറടിക്കത്തില്ല. അപ്പം നമ്മൾ ബോറടിക്കാത്ത ജോലിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ ജോലി ചെയ്യേണ്ടി വരത്തില്ല. നമ്മളത് ആസ്വദിച്ച് മുന്നോട്ട് പോകുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജോലി ഞാൻ തിരഞ്ഞെടുത്തതും കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം നിന്നാൽ പോരാ. ടെക്കീസ്, ടെക്നോ പാർക്ക് അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനികൾ അവരെ മാത്രം നിന്നാൽ പോരാ. ഈ ടെക്നോളജിയുടെ ബെനിഫിറ്റ് എല്ലാവരിലേക്കും എത്തുകയും എല്ലാവർക്കും അതിന്റെ പ്രയോജനം ഉണ്ടാവുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതും എല്ലാവരിലേക്കും ഇതിന്റെ അവയർനെസ് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ക്ലാസ്സുകളിലേക്ക് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ ഇന്ററാക്ട് ചെയ്തതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ക്ലോസിംഗിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ പെയ്ഡ് കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുകയും അതേപോലെ തന്നെ കോഴ്സിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ്. ഇന്നർ സർക്കിളിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് 7:30 to 9:30. അതുപോലെ തന്നെ സപ്പോർട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്കാണ് ആക്ച്വലി സപ്പോർട്ട് ലഭിക്കുന്നത്, കണ്ടിന്യൂസ് സപ്പോർട്ട്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് ലഭിക്കും, സർട്ടിഫിക്കറ്റ്. സോ കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ്. സോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 6,500 ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ആക്സസ് ഇമ്മീഡിയറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഹലോ, ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാം ഈ കോഴ്സിലുണ്ട്. ആമസോൺ സെല്ലർ അക്കൗണ്ട് ഓൾസോ എന്ന് ചോദിച്ചാൽ, അതെ, ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കോഴ്സിലുണ്ട്. ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ ഉണ്ട്. ഓക്കെ, ഞാനിതിവിടെ കാണിക്കാം. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആമസോൺ സെല്ലർ അക്കൗണ്ട് തന്നെ ഒരു ഫുൾ ക്ലാസ് ആണ് ആക്ച്വലി, ആമസോൺ സെല്ലർ അക്കൗണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷനും അതും ഫുൾ ക്ലാസ് ആണ്. സോ ഞാനിവിടെ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും യഥാർത്ഥത്തിൽ ഡീറ്റെയിൽ ആയിട്ട്, ഇത് ആക്ച്വലി തുടക്കം മാത്രമാണ്. ആക്ച്വലി ഇത് കൂടാതെ നിരവധി ടോപ്പിക്കുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ ഷോർട്ട് റെക്കോർഡിങ്സും ആമസോണുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം ഷോർട്ട് വീഡിയോസ് വേറെയുണ്ട് ലൈവ് ക്ലാസ്സുകൾ കൂടാതെ. ഓക്കെ, സോ പ്രോഡക്റ്റ് സെല്ലിംഗ് ത്രൂ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് പഠിക്കാൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേഷൻ പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, AI ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്ലാസിന്റെ ഫീസ് റീഫണ്ടബിൾ ആണോ? അതായത് നിങ്ങൾ ഒരു പക്ഷേ ജോയിൻ ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 ഡേയ്സിനുള്ളിൽ റീഫണ്ട് ലഭിക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ആദ്യമേ തന്നെ ഇൻഫോം ചെയ്യുക. സോ നിങ്ങൾക്ക് അതിന്റെ ഫുൾ റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അതാണ് നമ്മുടെ പോളിസി. 10 ഡേയ്സ് റീഫണ്ട് ലഭിക്കും. 10 ഡേയ്സിനുള്ളിൽ ഇൻഫോം ചെയ്യാം. കാരണം 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ 1-2 ക്ലാസ്സുകൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിരിക്കും, ലൈവും അറ്റൻഡ് ചെയ്തിരിക്കും, ക്ലാസ് റെക്കോർഡിങ്സും അറ്റൻഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ, ഗുഡ് നൈറ്റ്, താങ്ക് യു.